കാണിച്ചത് ഇത് 3.6 കാണിക്കുന്നുണ്ട്. അപ്പം ഈ ബാറ്ററി കറക്റ്റ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ജസ്റ്റ് അൺബോക്സിങ് മാത്രമല്ല, ഒരു പണി കിട്ടിയൊരു സ്പീക്കറും കൂടെയാണ്. എന്താണ് പണി കിട്ടിയതെന്ന് പ്രത്യേകിച്ച് പറയാനില്ല. ഇത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു സ്പീക്കറാണ്. അപ്പം ഇതിൻ്റെ സ്പീക്കർ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് ഒരാഴ്ച മാത്രമേ ഓടിയുള്ളൂ. കാര്യം ഇതിൽ റിട്ടേൺ പോളിസി ഇല്ല, അത് മാത്രമല്ല വാറണ്ടി ഇല്ല. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ട് തന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ പ്രശ്നം ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഈ സ്പീക്കർ എത്രത്തോളം വലുതാണെന്ന്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഓണാക്കി നോക്കാം എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം അതിപ്പോൾ ഓണായി വരുന്നത്. ആ ബാക്കിലൊരു പവർ ഇപ്പോൾ ഓണായ സൗണ്ടാണ് കേട്ടത്. Play by TF card. Low battery. Please charge. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഓപ്പൺ ചെയ്ത് തുറന്ന് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ സ്ക്രൂ ആയിട്ട് ഇളക്കി നോക്കാം. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നത് ബ്രാൻഡ്. നമുക്ക് ആ ബ്രാൻഡ് നോക്കി വാങ്ങാൻ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ബ്രാൻഡ് നമുക്കൊന്നും നോക്കി വാങ്ങാനും പറ്റില്ല. പക്ഷേ എന്തായാലും ഇത് ഒരാഴ്ച പോലും കറക്റ്റായി നിന്നില്ല. കാര്യം പുള്ളി ഒരു 4 ദിവസം കണ്ടിന്യൂസ് ചാർജ് ഇട്ടു, എന്നിട്ടും ബാറ്ററി റെഡിയായില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്കിത് തുറന്ന് നോക്കിയാൽ അറിയാവൂ. അപ്പോൾ തുറന്ന് നോക്കാം. കാര്യം എന്താണ് അതിൻ്റെ അകത്തുള്ളത് നമുക്ക് അറിയണമല്ലോ. കാര്യം നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുമോ, എങ്കിലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം 4 സമയം നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു സെല്ല് എത്രത്തോളം ഒരു സെല്ലാണെന്ന്. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ ഈ കവറിൽ പുറത്ത് എഴുതിയിരിക്കുന്നത് കറക്റ്റ് കപ്പാസിറ്റി അല്ല ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് നോക്കാം വർക്കാവുമോ ഇല്ലേ എന്ന്. അപ്പോൾ അതിനെ നമുക്കൊരു സോൾഡർ അയണിൻ്റെ സഹായം ഉപയോഗിക്കാം. അപ്പോൾ അതിന് മുമ്പായി ഒരു മൾട്ടിമീറ്റർ എടുത്ത് കറക്റ്റ് എത്രയാണ് ഇതിൽ ചാർജ് ഇപ്പം ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇത് ആൾറെഡി ഒരാഴ്ച ആയി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മൾട്ടിമീറ്റർ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഒരു 2.8 കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പുതിയ സെല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെല്ല് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു പുതിയ സെല്ല് ഞാൻ വാങ്ങിച്ച് ഒരു കേബിൾ കണക്ട് ചെയ്തതാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്രയുണ്ടെന്ന്. ഏകദേശം 3.6 കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം അതിൻ്റെ ആ ബാറ്ററിയുടെ ഒരു റീഡിങ്. നേരത്തെ ബാറ്ററി ഏകദേശം 2.8 കാണിച്ചത്, ഇത് 3.6 കാണിക്കുന്നുണ്ട്. അപ്പം ഈ ബാറ്ററി കറക്റ്റ് വർക്കിംഗ് ബാറ്ററിയാണ്. അപ്പോൾ ഇത് പുതിയ ബാറ്ററി ആയതുകൊണ്ടാണ് ഈ പവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ ആ ബാറ്ററി സോൾഡർ ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. കാര്യം നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ റിട്ടേൺ പോളിസി ഉള്ള ഐറ്റംസ് വാങ്ങിയാൽ അത്രയും നല്ല ബെറ്റർ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിറകെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ലേശം ലെഡ് ഒന്ന് തേച്ച് കൊടുക്കാം. കാര്യം ഇത് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, നമ്മൾ കൈയൊക്കെ ഒരുപാട് നോക്കിക്കോണം.
ഒരു അബദ്ധം പറ്റിപ്പോയി, സോൾഡറിങ്ങാണ് ഓഫാക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വയർ സോൾഡർ ചെയ്യാം. അപ്പോൾ ഏകദേശം സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓണാക്കി നോക്കാം. Bluetooth speaker ready to connect. ഓക്കെ, ആ പ്രശ്നം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഇത് നമുക്ക് ക്ലോസ് ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ ഗമ്മ് തേച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള എല്ലാ വീഡിയോയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് കാണാൻ എനിക്ക് മുന്നോട്ടുള്ള പല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം വരുന്നത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.